ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് എന്നെ എത്രമാത്രം ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പം മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ മാഷാ അല്ലാ എനിക്ക് ഇപ്പോൾ യൂട്യൂബ് വഴി വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഓർഡർ തരുന്നുണ്ട് ആൻഡ് യൂസ് ചെയ്തിട്ട് അവർ റിസൾട്ടും എന്നെ അറിയിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണല്ലോ, എന്താ പറയുക, സന്തോഷമാണല്ലോ. അത് ഇതാണല്ലോ എന്ന് പറഞ്ഞാൽ പറയും ഏതാണല്ലോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്ഫോർമേഷനിലൂടെ ഞാൻ മാറിയതിന് ശേഷം എൻ്റെ മാരേജ് കഴിഞ്ഞ് എനിക്ക് വല്ലാണ്ട് സ്കിന്ന് ടാൻ ആയിരുന്നു. ടാൻ മീൻസ് വല്ലാണ്ട് ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു പുതിയ ലൈഫിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യുന്ന റൊട്ടീന് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ആൻഡ് മോർ ഓവർ എൻ്റെ മാരേജ് കഴിഞ്ഞ് എനിക്ക് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ജമ്മുവിലോട്ട് വന്നു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ചെന്നൈയിൽ ജോലിക്ക് പോയി. അങ്ങനെ എല്ലാം കൂടെ പിന്നെ കൊറോണ, പിന്നെ ചെന്നൈയിൽ നിന്ന് ജമ്മുവിലോട്ട്, ജമ്മുവിൽ നിന്ന് പിന്നെ നാട്ടിലോട്ട്, മൊത്തത്തിൽ ഇപ്പോഴായാലും കല്യാണം കഴിഞ്ഞ് ഈ ഒരു 4 വർഷം ആവാറായി. ഇപ്പോഴും ഞാൻ യാത്ര തന്നെയാണ് എനിക്ക് എപ്പോഴും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫസ്റ്റ് ടൈമിൽ, കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതുവരെ ശ്രദ്ധിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ആ ടൈമിൽ ഞാൻ ചെയ്ത ഒരു കാര്യം വല്ലാണ്ട് ഡാർക്കായിട്ട്, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ ആ ഫോട്ടോ ഷെയർ ചെയ്യാം. ഈ കാണുന്നത് കല്യാണം കഴിഞ്ഞ് തുടക്കത്തിൽ എന്നെ ജമ്മുവിലോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടുന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഇത് എനിക്ക് വല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഡാർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിൽ ഈ മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ എന്ന് പറയുന്ന സാധനം ഞാൻ സെയിൽ ചെയ്യാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ എണ്ണ ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷനിൽ ഇപ്പോൾ എല്ലാവരും പറയും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമോ, ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമോ, ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ പറയുന്നുണ്ട്. യെസ്, പ്രോഡക്ട്സ് ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ചില സമയങ്ങളിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്, വിറ്റാമിൻ സിൻ്റെ സിറം യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ബട്ട് 95%, മോർ ദാൻ 90% ഞാൻ ഈ ആട്ടിയ എണ്ണയിൽ കാച്ചിയെടുത്ത ഈ എണ്ണ തന്നെയാണ് ഞാൻ അന്നായാലും ഇന്നായാലും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ജമ്മുവിലെത്തി എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാക്കി വെച്ച കുറച്ച് എണ്ണ എനിക്ക് വേണ്ടി ഈ സെയിലൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേറുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ കുറച്ചൊരു 1 ലിറ്റർ 2 ലിറ്റർ എണ്ണ ഉണ്ടാക്കും. അത് കുറേയൊക്കെ വീട്ടിൽ അനിയത്തിയും താത്തിയും ഓലൊക്കെ എടുക്കും. പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുറച്ചും ഇങ്ങോട്ട് കൊണ്ടുവരുന്നിട്ട് അത് ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട്, കൂടെ തന്നെ ഇൻടേക്കും ഉണ്ട് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് പിന്നെ ഒരു 1.5 മന്ത് ആയപ്പോഴേക്കും നല്ല രീതിയിൽ എനിക്ക് ചേഞ്ച് വന്നു. സ്കിൻ കളറിനായാലും ടെക്സ്ചറിനായാലും, പിന്നെ അവിടെ ഇവിടെ ഉണ്ടാകുന്ന ഓരോ സ്പോട്ടുകൾ, പിന്നെ ഒരു അൺഈവനായിട്ട് കിടന്നിരുന്നു എനിക്ക് നന്നായിട്ട് ഫേസ്. അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കേസിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് ഇപ്പോൾ ഒക്കെ കണ്ടിട്ടാണ് പിന്നീട് ഞാൻ ഈ എണ്ണ, കാരണം എൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് കേട്ടോ, ഈ എളാപ്പാൻ്റെ മക്കൾ, മുത്തപ്പാൻ്റെ മക്കൾ, എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിലുള്ളവരും ഉമ്മാൻ്റെ ഫാമിലിയിലുള്ളവർക്കും എന്നെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ എന്താ എൻ്റെ മുഖത്ത് കാണിച്ചത്? കാരണം എൻ്റെ അത്രയും ഡാർക്ക് ഇല്ലാത്ത കുറേ ആളുകൾ അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ കുറച്ച് എനിക്ക് അറിയുന്നവർക്ക് ഈ എണ്ണ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ ചേഞ്ചസ് വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാനിത് സെയിലിലോട്ട് ഇറക്കുന്നത്. മാഷാ അല്ലാ, വാങ്ങിച്ചവർ എല്ലാവരും നല്ല റിസൾട്ട് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു പൗഡർ ഇട്ടാൽ പോലും അലർജി ഉള്ളവരുണ്ടാവും, കുട്ടികളാവട്ടെ വലിയവരാവട്ടെ, അല്ലെങ്കിൽ ഒരു ലോഷൻ പോലും യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഇച്ചിങ്ങോ കാര്യങ്ങളോ വരാം. അപ്പോൾ അത് ഇതിൽ പെടുന്ന ഒരു കാര്യമല്ല, അത് അവർക്ക് സ്കിന്നിൽ ഓൾറെഡി ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഡെയിലി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യമാണ്, വീക്ക്ലി 2 ടൈംസ് ശരീരം മൊത്തമായിട്ട് ഓയിൽ തേച്ചിട്ട് ഞാനൊരു മാക്സിമം 15-20 മിനിറ്റ്
അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് പറഞ്ഞാൽ പെട്ടെന്ന് പോകുന്നൊരിതാണ്. അപ്പോൾ തേച്ചിട്ട് കുളിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് മുഖത്ത് തേക്കുമ്പോൾ കണ്ണിന് മേലെയും താഴെയും അതുപോലെ തന്നെ ഇവിടെയും എല്ലാ സ്ഥലവും ഞാൻ കവർ ചെയ്യാറുണ്ട്. പിന്നെ കയ്യിലും കാലിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും കയ്യിലും കാലിലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ആ ടൈമിൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് 2 ദിവസം മുന്നേ ആ ഫോട്ടോ കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ആ ടൈമിൽ ഞാൻ ഈ എണ്ണ യൂസ് ചെയ്തിട്ട് വല്ലാതെ എനിക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതെന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൂടാ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം. ഡേ ടൈമിൽ റിപ്ലൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് വെറി, എന്തായാലും വിത്തിൻ എൻഡ് ഓഫ് ദി ഡേ ഐ വിൽ റിപ്ലൈ ടു യു ഓൾ മെസ്സേജസ്. പിന്നെ ഹെയർ ഓയിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിലിൽ വലിയൊരു പങ്ക് കിടക്കുന്നത് നമുക്ക് ഇൻടേക്കും കൂടെ വലിയൊരു പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ഹെയർ ഓയിൽ ഞാൻ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം, ഒരു 1.5 ഇയർ ഒക്കെ ആയിട്ടുണ്ട്. ഫേസ് ഓയിൽ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എൻക്വയറീസ് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആ നമ്പറിലോട്ട് വിളിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.